വാർ മെഷീൻ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ പുതിയ ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ പടമാണ്. പാട്രിക് ഹ്യൂസ് സംവിധാനം ചെയ്ത് അലൻ റിച്ച്സൺ പ്രധാന വേഷത്തിൽ വന്ന ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. US ആർമി റേഞ്ചർ സെലക്ഷൻ ക്യാമ്പിൽ എത്തപ്പെടുന്ന നായകനും ടീം അംഗങ്ങളും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പുറപ്പെടുന്നതും അതിനിടയിൽ അവർ നേരിടേണ്ടി വരുന്ന ശത്രു ആരാണ് എന്നുള്ളതുമൊക്കെയാണ് വാർ മെഷീൻ എന്ന സിനിമ പറയുന്നത്. നല്ലൊരു ഡീസന്റ് വാർ ആക്ഷൻ പടമാണ് വാർ മെഷീൻ. എനിക്കിത് കണ്ടപ്പോൾ പഴയ 87-ലെ അർണോൾഡിന്റെ പ്രിഡേറ്റർ അതിന്റെ ഒരു മോഡേണൈസ്ഡ് വേർഷൻ എന്ന രീതിയിലാണ് ഫീൽ ചെയ്തത്. സോ വലിയ പുതുമകളൊന്നും അവകാശപ്പെടാനായിട്ടില്ലെങ്കിലും കുറച്ച് ഹൈ ഒക്ടെയിൻ ആക്ഷൻ രംഗങ്ങളൊക്കെ കൊണ്ട് എൻഗേജിംഗ് ആയിട്ട് ഫാസ്റ്റ് പേസിൽ മുമ്പോട്ട് പോകുന്ന ഒരു പടമാണ്. അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കത്തൊന്നുമില്ല. ഈ പ്രതിസന്ധികളെ തരണം ചെയ്തു പോകുന്ന ഒരു ഗെയിം പോലെ ഇവരിങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നത് കാണാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ പടത്തിൽ നിന്ന് എല്ലാവർക്കും ഒരു ടേക്ക് അവേ ആയിട്ടുള്ളത് ഒരു ഡയലോഗ് ആണെന്ന് പറയാം. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹം, ഇതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ഫോക്കസിൽ നിന്നും പിന്മാറരുത്, ഡോണ്ട് ഫക്കിംഗ് ക്വിറ്റ് എന്നുള്ളതാണ്. പടം ത്രില്ലിംഗ് ആണ്, അത്യാവശ്യം ടെൻഷൻ ബിൽഡിംഗ് ആണ്, മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, ആക്ഷൻ രംഗങ്ങൾ നൈസാണ്. പ്രത്യേകിച്ച് ആ ഒരു ഓവർഹെഡ് ഡ്രോപ്പ് സീൻ കിടലനായിരുന്നു. നായകനായിട്ട് വരുന്നത് അലൻ റിച്ച്സൺ ആണ്. പേര് പറയാതെ സ്റ്റാഫ് സർജൻ 81 എന്നൊരു നമ്പറിലാണ് പുള്ളിയുടെ കഥാപാത്രത്തെ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പടത്തിന്റെ ടൈറ്റില് വാർ മെഷീൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വില്ലൻ കഥാപാത്രത്തെ കുറിച്ചാണെന്ന് തോന്നാം. പക്ഷെ സത്യത്തിൽ ഈ പടത്തിന്റെ അവസാനം കൊണ്ട് ആ ടൈറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ നായകനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് മെഷീനും ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ അതെയും താണ്ടി പോവുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ നമ്പർ 7 ആയിട്ട് വന്ന സ്റ്റീഫൻ ജെയിംസും കൊള്ളാമായിരുന്നു. ബാക്കി ടീം അംഗങ്ങളും എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നീറ്റാണ്. ഇതിന്റെ ക്യാമറ നൈസ് ആണ്, പ്രത്യേകിച്ച് ഇതിന്റെ ലൊക്കേഷൻ. അതിപ്പോ VFX ആണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും കിടുവായിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളാം. ആക്ഷൻ കൊറിയോഗ്രാഫി നൈസ് ആണ്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇതിന്റെ ഒരു VFX കുറച്ച് കൂടുതലായതുപോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടുന്ന പോലെ തോന്നിയായിരുന്നു. പിന്നെ ഈ ഹ്യൂമൻ വേഴ്സസ് മെഷീൻ ടൈപ്പ് പടങ്ങൾക്കുള്ള എല്ലാ ക്ലീഷകളും ഈ സിനിമയിലും ഉണ്ട്. പ്രഡിക്റ്റബിളും ആണ്. നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയായിരിക്കും പോവുക, എങ്ങനെ തീരുമെന്നൊക്കെയുള്ളത്. ബേസിക് പ്ലോട്ടൊക്കെ സ്ഥിരം കഥ തന്നെയാണ്. പഴയ പ്രൊഡക്ടറിന്റെ കഥ പുതിയ കുപ്പിയിൽ ആക്കി വന്നിരിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഒരു സ്ട്രോങ് ഇമോഷണൽ ഡെപ്ത് ഒന്നും പടത്തിന് ഇല്ലാതാണ്. പിന്നെന്താ, ചുമ്മാ നല്ല കുറച്ച് ആക്ഷൻ രംഗങ്ങൾ, ഇവരെങ്ങനെ സർവൈവ് ചെയ്യും, ചാവുന്നവരൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കും ചാവുക, എങ്ങനെയാണ് ജീവിക്കുക, ഇതൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് കണ്ടിരിക്കാമെന്ന് മാത്രം. മിക്കവാറും ഇതിനൊരു സീക്വൽ ഉണ്ടാവും. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകും എന്നുള്ളൊരു സൂചന നൽകിയാണ് പടം തീരുന്നത്. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമാണ്. ഗംഭീരം എന്നോ അല്ലെങ്കിൽ വാവ് എന്നോ അല്ലെങ്കിൽ വളരെ ഫ്രഷ് എന്നോ ഒന്നും പറയാനില്ല. സ്ഥിരം വാർ അല്ലെങ്കിൽ ആർമി ആക്ഷൻ പടങ്ങളിലുള്ള ക്ലീഷകളൊക്കെ ആണെങ്കിലും ചുമ്മാ ടൈം പാസിന് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. എനിക്ക് ആക്ച്വലി പലയിടത്തും ഇതൊരു പ്രിഡക്ടർ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു നൊസ്റ്റാൾജിയാണ് സമ്മാനിച്ചത് ഈ സിനിമ എന്ന് പറയാം. സോ ആ ഒരു കുട്ടിക്കാല വൈബ് തരാൻ പറ്റിയൊരു പടമാണ്. ആ ഒരു വിധത്തിൽ എനിക്ക് ഈ പടം വർക്കായി. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാം. 1 മണിക്കൂർ 47 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ് ഡബിംഗ് അവൈലബിൾ ആണ്. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്ന പടമാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.